എല്ലാവർക്കും വന്ദനം. നമ്മൾ പ്രാർത്ഥനയെ പറ്റിയാണ് സംസാരിച്ചിരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുമായി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയുടെ അടുത്തിരിക്കാൻ നാം ആഗ്രഹിക്കണം. അതിനുള്ള കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഈശോയുടെ മുമ്പിലിരുന്ന് അവിടുന്ന് നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം. സ്വർഗീയ പിതാവിൻ്റെ മടിയിലിരുന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അവിടുത്തെ വേദനിപ്പിച്ച ഓരോ പാപപ്രവൃത്തികളെക്കുറിച്ചും ഹൃദയം നുറുങ്ങി പശ്ചാത്തപിക്കുകയും അവയ്ക്ക് ഓരോന്നിനും മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് ഇപ്രകാരം പറയുന്നു: മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണം. നമ്മുടെ സർവരോടും ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം തരാനിരിക്കുന്ന പാപമോചനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. കൊളോസ്സോസ് 3:13 പറയുന്നു. അവിടെ അവർ അവനെ ക്രൂശിച്ചു. യേശു പറഞ്ഞു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദൂഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. കുറ്റക്കാരോട് ഈശോ ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത്, അവരെ സ്നേഹിച്ചുകൊണ്ടാണ് ക്ഷമ പൂർണ്ണമാക്കിയത്. എൻ്റെ നിരവധിയായ പാപങ്ങൾക്ക് ദൈവം മാപ്പ് നൽകിയതിനു പുറമെ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുകയൂടി ചെയ്തതിനാൽ എൻ്റെ ശത്രുക്കളോട് ക്ഷമിച്ചത് കൂടാതെ ഞാൻ അവരെ സ്നേഹിക്കുകയും കൂടി ചെയ്യണം. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ്. ജോബിൻ്റെ കൂട്ടുകാർ ആശ്വസിപ്പിക്കാൻ വന്നവർ അദ്ദേഹത്തെ പരിഹസിച്ചു, പാപിയെന്ന് വിളിച്ചു. ജോബാകട്ടെ അതെല്ലാം ക്ഷമിക്കുകയും തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവം ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കൊടുത്തു. ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, രമ്യതപ്പെടുകയും വേണം. അപ്പോൾ മാത്രമാണ് സ്നേഹം പൂർത്തിയാകുന്നത്. മറ്റുള്ളവരാണ് ഇങ്ങോട്ട് വന്ന് ക്ഷമ ചോദിക്കേണ്ടത് എന്ന് കരുതരുത്. ഞാൻ ക്ഷമ ചോദിച്ചാലും എന്നോട് ക്ഷമിച്ചില്ലെങ്കിലും എന്ന് മുൻകൂട്ടി ചിന്തിക്കുകയും വരുത്. യേശു യൂദാസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്തത്. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരനോ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തുവോടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. കർത്താവിൻ്റെ ഈ കൽപ്പന എങ്ങനെ അവഗണിക്കാനാവും? അതിനാൽ പ്രാർത്ഥന കഴിഞ്ഞാൽ എത്രയും വേഗം അങ്ങോട്ട് ചെന്ന് രമ്യതപ്പെട്ട് ക്ഷമ പൂർത്തിയാക്കണം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നാം വരുംതോറും ഒരു തെറ്റും നാം ചെയ്തിട്ടില്ലെങ്കിൽ പോലും മറ്റൊരു സഹോദരന് നമ്മോട് വെറുപ്പുണ്ടെന്ന് തോന്നുന്ന പക്ഷം നാം പോയി ആ വ്യക്തിയുമായി രമ്യതപ്പെടണം. നമ്മളെ ക്ഷമിക്കും തോറും നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു. ആ ദൈവസ്നേഹം നമ്മളിലേക്ക് ചൊരിയുന്നു. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് അവിടുന്ന് നമ്മെ ശ്രദ്ധിക്കുന്നു. നാം എപ്പോഴും സന്തോഷവരായിരിക്കുക, നാം എപ്പോഴും പ്രാർത്ഥിക്കുക, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമ്മൾ കാണുക, അവർക്ക് വേണ്ടി ദൈവമുമ്പാകെ ചോദിക്കുക. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നമ്മളുടെയും ആവശ്യമാണെന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് കൊടുക്കാനൊന്നുമില്ലാതെ വരുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്തുകൂടെ? ആരും പ്രാർത്ഥിക്കാനില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിലാണ് ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത്.